ഗൈസ്, GTS എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ പാസഞ്ചർ സീരീസിൽ അടുത്തൊരു എപ്പിസോഡാണിത്. കൊല്ലത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ വിട്ടു. നമ്മൾ കയറിയ ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ കൊല്ലം ട്രിവാൻഡ്രം പാസഞ്ചർ. ഓക്കെ, കൊല്ലം ട്രിവാൻഡ്രം പാസഞ്ചറാണ് നമ്മളിപ്പോൾ കയറിയേക്കുന്നത്. ഇപ്പോൾ കൊല്ലം പ്ലാറ്റ്ഫോം നമ്പർ 1 ഇപ്പോൾ പുറപ്പെട്ടു. ഈ കിടക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ കൊല്ലം താമ്പരം എക്സ്പ്രസ്, നമ്മുടെ ചെങ്കോട്ടെ തെങ്കാശി വഴിയൊക്കെ പോണത്. അത് പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുകയാണ്. അപ്പോൾ കറക്റ്റ് സമയം നോക്കുകയാണെങ്കിൽ 3:55, കറക്റ്റ് 3:55 ഓൺ ടൈമിന് നമ്മുടെ പാസഞ്ചർ സീരീസിനകത്ത് ട്രെയിനായ കൊല്ലം ട്രിവാൻഡ്രം പാസഞ്ചർ പ്ലാറ്റ്ഫോം നമ്പർ 1 പുറത്തേക്ക് വന്നു. കൊല്ലത്തിപ്പോൾ അവിടെ എന്താണ് പ്ലാറ്റ്ഫോം നമ്പർ 1 ഫ്രണ്ടിൽ നല്ല റിനോവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നല്ല ബോറായിട്ടുണ്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ തന്നെ ഭയങ്കര ടിക്കറ്റ് നേരത്തെ ഉള്ള സ്ഥലത്ത് തന്നെ, പക്ഷേ ആ ഒരു വെയിറ്റിംഗ് ഹോളോ അങ്ങനത്തെ പരിപാടികളൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കണ്ടില്ല പ്ലാറ്റ്ഫോം നമ്പർ 1. നല്ലൊരു കാലാവസ്ഥ. ഈ ഒരു ചൂടുകാലത്ത് ഒരു മഴക്കാറ് അടിക്കുന്നുണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല. പക്ഷേ ഹ്യൂമിഡിറ്റി കുറവാണ് മുമ്പത്തിനെ അപേക്ഷിച്ച്. നല്ലൊരു തണുത്ത കാറ്റും ഉണ്ട്, അതുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് നമ്മുടെ പുറകിലത്തെ ഒരു കോച്ചിലാണ്, ഏറ്റവും ഫ്രണ്ടിൽ നിന്നല്ല. കാരണം കൊല്ലത്ത് ഇപ്പോൾ നമ്മൾ ബാക്കിലാണ് കയറുന്നത്. ബാക്കിൽ ഈ ഫ്രണ്ടിൽ കയറാനിരുന്ന കാരണം കൊല്ലത്ത് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് കയറി. അപ്പോൾ ഇവിടെ തന്നെ ട്രെയിനിന്റെ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ടിലത്തെ കോച്ചിലൊക്കെ അത്യാവശ്യം ആൾക്കാർ കയറി, കാരണം ടിക്കറ്റ് എടുത്ത് നേരെ കയറുന്ന വരുന്ന കോച്ചാണല്ലോ. അപ്പോൾ നമ്മൾ പുറകിലേക്ക് വന്നപ്പോഴാണ് കണ്ടത് പുറകിൽ ഒരു കോച്ച് സ്ലീപ്പർ കോച്ച് ഉണ്ടായിരുന്നു. അത് കാണിച്ചു തരാം. ഇതാണ് സംഭവം എന്ന് വെച്ചാൽ പ്യുവർ സ്ലീപ്പർ കോച്ച് തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ്, പാസഞ്ചർ ട്രെയിനിൽ പഠിപ്പിച്ചേക്കുമായിരുന്നു. അപ്പോൾ ബാക്കിൽ വന്നപ്പോൾ ഈ സ്ലീപ്പർ കോച്ചിലാണെങ്കിൽ ആരുമില്ല, അപ്പോൾ സുഖമായിട്ട് കിടന്നു പോവാം. അപ്പോൾ ഈ വണ്ടി തന്നെയാണോ റൈക്ക് ഷെയർ ചെയ്ത് പോകണതുകൊണ്ട് അറിയില്ല, ഇത് തന്നെയാണ് എപ്പോഴും ഈ സർവീസ് പിടിക്കണേന്ന്. ചിലപ്പോൾ വേറെ റൈക്ക് ആയിരിക്കാം, പക്ഷെ ഇന്നിപ്പോൾ യാത്ര ചെയ്ത ദിവസം ഈ ട്രെയിനിൽ ഈ ഒരു സ്ലീപ്പർ കോച്ച് ബാക്കിലുണ്ടായി. അതുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ സ്ലീപ്പർ കോച്ചിലാണെങ്കിൽ അത്യാവശ്യം തിരക്കുമില്ല. ഇപ്പോൾ അതേ കാണിച്ചില്ല, ബാക്കിൽ ഇത്രയും കോച്ചുള്ളൂ, കണ്ടാൽ മനസ്സിലാകെ കുറച്ച് കോച്ചുള്ളൂ ബാക്കിൽ. കണ്ടോ, ആ പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കൈ ബാക്കിൽ നിന്നുള്ള കോച്ച് കുറച്ചുള്ളൂ. അപ്പോൾ സ്ലീപ്പർ കോച്ച് തിരക്കില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള പാസഞ്ചർ കയറാണില്ല. ഇപ്പോൾ മിക്കവരും ട്രിവാൻഡ്രം സൈഡിലേക്ക് പോകേണ്ട ആൾക്കാരൊക്കെ ഇതിന് മുമ്പ് ഒരു വണ്ടി ഉണ്ട്, കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ. അതിലെല്ലാവരും കയറിപ്പോയി. അത് 3:35 ഇത് 3:55. അപ്പോൾ ട്രിവാൻഡ്രത്തും അതിന് മുമ്പുള്ള സ്റ്റോപ്പിൽ നേരത്തെ പോകേണ്ട ആൾക്കാരെ കയ്യിൽ കയറി. അപ്പോൾ അതുകൊണ്ട് ഇതിന് തിരക്ക് കുറവാണ്, അത് അപേക്ഷിച്ച് തോന്നുന്നത്. ഇപ്പോൾ വരുന്ന സ്റ്റേഷനിലാണ് ചിലപ്പോൾ ആൾക്കാർ കയറും. ഇപ്പോൾ ബാക്കിലത്തെ കോച്ചിൽ ഏതെങ്കിലും തിരക്കില്ല, പിന്നെ സ്ലീപ്പർ കോച്ചും കൂടിയാണ്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്ത് പോകാം ഈ ചെറിയ പൈസയ്ക്ക്. അപ്പോൾ അത് ഇവിടെ നമ്മുടെ കൊല്ലത്ത് ആ ഒരു വലിയ കർവ് നമ്മൾ പാസ് ചെയ്ത് കഴിക്കും. അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പായി ഇരവിപുരം എത്തി. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കൊക്കെ നടക്കാൻ തുടങ്ങും. പ്ലാറ്റ്ഫോം ഹൈറ്റ് കൂട്ടാനുള്ള വർക്കൊക്കെ അതിൻ്റെയാണ് ഈ കാണുന്നത്. അവിടെ കാണാം പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് തന്നെ അവർ ചെറുതായിട്ട് കൂട്ടുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റോപ്പായ കൊല്ലം കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് ഇരവിപുരം. ഫസ്റ്റ് സ്റ്റോപ്പ് ഇരവിപുരം ചെന്നെടുത്ത് ആരും ഉണ്ടായില്ല അങ്ങനെ കയറാൻ. ബോർഡും ഉണ്ടായിരുന്നില്ല, നല്ല ബോർഡ് അപ്പുറത്തുണ്ടായി. ഇവിടെ ബോർഡില്ല, ഈ പ്ലാറ്റ്ഫോമിൽ ബോർഡില്ലേ? ആ ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് നോക്കി നല്ല ഇറങ്ങിയിരിക്കണം. നല്ലൊരു കാലാവസ്ഥയാണ് കേരളത്തിൽ. ഇതുവരെയുള്ള കാലാവസ്ഥ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് യാത്ര ചെയ്യാൻ. വയനാടെത്തി, കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകുന്ന സ്റ്റോപ്പ്. ഇവിടെ ആൾക്കാരുണ്ടോ എന്ന് നോക്കിയാൽ തിരക്ക് കുറവാണ്. ഈ ട്രെയിനെ അപേക്ഷിച്ച് നമ്മുടെ കയ്യിൽ സ്ലീപ്പറൊക്കെ ഉള്ളതാണല്ലോ, കോച്ചിനെണ്ണം കൂടുതലാണെങ്കിലും
എന്തായാലും ഇല്ല, തിരക്കില്ല. പരവൂരെത്തി. നമ്മളിവിടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കണം. ഇവിടെ ആൾക്കാർ കയറാൻ ചാൻസ് കുറവായിരിക്കും. പൊതുവെ ആൾക്കാരില്ല, ആൾക്കാർ ഇവിടെ നിന്ന് കയറാനൊന്നും ഇല്ല. നല്ല മഴക്കാറുണ്ട്, നല്ല മഴ കിട്ടിയ അടിപൊളിയായിരിക്കും. ടിക്കറ്റിന് എത്ര രൂപ? ടിക്കറ്റിൻ്റെ ഫീസ് പറഞ്ഞില്ല. കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെയുള്ള ടിക്കറ്റ് എത്ര? 5 രൂപ പോരാ. 5 രൂപ. നമ്മൾ എസ്റ്റിക്ക് കോളേജിൽ പോകണല്ല. എടാ, നമ്മളെ ടിക്കറ്റിൻ്റെ കേസ് വന്നില്ല. കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്ര രൂപയായിരുന്നു? 20 രൂപ. 20, 40. അപ്പോൾ ഒരാൾക്ക് 20. നമ്മൾ ഇതേ 20 രൂപയ്ക്ക് ഏത് റൂട്ടിലാണ് പോയത്? അന്ന് ആലപ്പുഴ നമ്മൾ റോഡ് കവർ ചെയ്ത ട്രെയിനിൽ 20 രൂപേൻ്റെ ടിക്കറ്റ് കവർ ചെയ്തത് പാസഞ്ചർ. നമ്മൾ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിന് 20 രൂപയായിരുന്നു. പാലക്കാട് ഷൊർണൂർ 30, ഷൊർണൂർ നിലമ്പൂർ 20. അപ്പോൾ അതിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് ഏതിന്? ഈ വണ്ടി കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ. ഇങ്ങനൊരു ദാരിദ്ര്യം പിടിച്ച പ്ലാറ്റ്ഫോം ഞാൻ വേറെ കണ്ടില്ല. ഇവിടെ ട്രെയിനുകളൊന്നും നിർത്തൂലടാ, ഈ പാസഞ്ചർ മെമ്മോ മാത്രമേ ഉള്ളൂ. ഞാൻ ട്രെയിനിന്റെ താഴെ പ്ലാറ്റ്ഫോം. ബ്യൂട്ടിഫുൾ. എന്നാല് വയസ്സായ ആൾക്കാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കയറാൻ. ഇതാണ് കാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം. അപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം പിന്നെ ഉണ്ട്. എനിക്കാണ് അതായിരിക്കും മെയിൻ പ്ലാറ്റ്ഫോം. ഇവിടെ ഈ സൈഡിൽ ഒന്നുമില്ല. എനിക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു സൈഡിന് എന്ത് ചെയ്യുമെന്ന് അറിയാതെ തലയിൽ ചോർന്നിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ. ഐ മീൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള സൈഡ് ഇതായിരിക്കും ചിലപ്പോൾ. അതോടെ ഈ സൈഡ് കൊള്ളാം കാപ്പിൽ. പക്ഷേ അപ്പർ സൈഡ് പ്ലാറ്റ്ഫോം വളരെ ശോകം. വളരെ എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ഇല്ല, ജസ്റ്റ് ട്രാക്കിൻ്റെ ലെവൽ തന്നെ. അങ്ങനെ കാപ്പിൽ കഴിക്കും. ഇടവയത്തി ഏതോ വണ്ടി വരാനുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 1. അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. ഇടവഴിനടുത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നിർത്തിയ സ്ഥലങ്ങളിലൊക്കെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് പറഞ്ഞെങ്കിലും എല്ലാവരും 1 മിനിറ്റ് നിർത്തണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ആൾക്കാർ കയറാനുണ്ടോ നോക്കും, ഇറങ്ങാനുണ്ടോ നോക്കും. ഐ മീൻ കയറിയും ഇറങ്ങലും ആ ഒരു ഇത് കഴിഞ്ഞാൽ വണ്ടി അപ്പം തന്നെ എടുക്കുകയാണ്. ഇവിടെ തന്നെ ആണെങ്കിൽ 1 മിനിറ്റ് നിർത്തിയില്ല. ആൾക്കാർ കയറി ഇറങ്ങി നോക്കി നോക്കി പൊടി വീശി വണ്ടി അങ്ങ് എടുത്ത് വർക്കലെത്തി. ഈ റൂട്ടിൽ അത്യാവശ്യം ടൂറിസ്റ്റ് വർക്കല ബീച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വർക്കല അതുകൊണ്ട് ആ പ്ലാറ്റ്ഫോം നമ്പർ 1 അത്യാവശ്യം തിരക്കുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ഈ ടൈമിന് അത്യാവശ്യം കുറേ വണ്ടികൾ പോകുന്നതുകൊണ്ട് ഉള്ള തിരക്കായിരിക്കും. നമ്മുടെ വണ്ടിയിൽ ഇനി തിരക്ക് കയറുമെന്ന് അറിയില്ല അവിടെ, കാരണം നമ്മുടെ മുമ്പിൽ മറ്റേ പാസഞ്ചർ പോയതുകൊണ്ട് ആൾക്കാർ കൂടുതൽ അതിൽ കയറിയിട്ടുണ്ടാവും. ഇതിലതുകൊണ്ട് തിരക്കിച്ചിട്ട് കുറയാനാണ് ചാൻസ് കാണുന്നത്. കുറച്ച് ആൾക്കാർ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറുന്നുണ്ട്.
വണ്ടിയൊന്നും വരാത്തതാണെങ്കിൽ സേഫാണ്, അല്ലെങ്കിൽ ശരിയല്ല. പിന്നെ വർക്കല സ്റ്റേഷൻ വിട്ടു. ഇവിടെ ഏകദേശം 1 മിനിറ്റിനെ നിർത്തി പറഞ്ഞ പോലെ. ഈ പറഞ്ഞ പോലെ മറ്റേ കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ ഉണ്ടല്ലോ, അത് മുന്നിൽ പോയതുകൊണ്ടാണ് ഓൺലൈനിൽ തിരക്കില്ലത്. കാരണം 20 മിനിറ്റ് ഡിഫറൻസിലാണ് കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ കയറിപ്പോയത്. അതിൻ്റെ പുറകിലാണ് നമ്മൾ കൊല്ലം ട്രിവാൻഡ്രം പാസഞ്ചർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം വരെയുള്ള തിരക്ക് അത്യാവശ്യം ആൾക്കാർ അതിൽ തന്നെ കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടി കയറാനും ഇറങ്ങാനും ആൾക്കാർ കുറവാണ്. കാരണം ഈ പറഞ്ഞ സ്റ്റേഷൻസിലൊക്കെ മറ്റേ വണ്ടി അതപ്പോൾ അതിൽ കയറി പോയിട്ടുണ്ടാവും ആൾക്കാർ. അതുകൊണ്ട് ഈ വണ്ടി കയറാനും തിരക്ക് കുറവാണ്, ഇതിൽ കയറിയ ആൾക്കാർ കുറവായതുകൊണ്ട് ഇറങ്ങാനും കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ഒരു ടൈമിന് ട്രിവാൻഡ്രം പോകാനാണെങ്കിൽ ഈ ഒരു വണ്ടി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ബാക്കി വന്ന് കയറുകയാണെങ്കിൽ ഉറപ്പായിട്ട് സീറ്റ് കിട്ടും. ഈ കൊല്ലത്ത് എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ബാക്കി വന്ന് കയറിയാൽ മതി. ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ കയറിയിട്ടുണ്ട്. ഒരു മിന്നൽ വന്ന് പേടിച്ചു പോയി വേഗം. അതുകൊണ്ട് ആ ഷോട്ട് കട്ടാക്കിയത്. ഈ സൈഡിലാണെങ്കിൽ ആരുമില്ല, അപ്പുറത്തൊന്നും കയറാനും ആരും ഉണ്ടായിരുന്നില്ല. കുറവാണ് ആൾക്കാർ. നല്ലൊരു വളവിലാണ് സ്റ്റേഷൻ നിൽക്കണം. ചെറുതായിട്ടല്ല, നിങ്ങൾ കണ്ടൊഴിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം മഴ പെയ്യാനൊരു ചാൻസ് നിൽക്കുകയാണ്. നേരത്തെ ഒരു ഇടിമിന്നലും കൂടി കണ്ടല്ലോ. ട്രെയിനിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ വെച്ചാൽ നല്ല ഇരുട്ട്. ഈ സൈഡിൽ ആരും ഇല്ല. ഇരിപ്പം നമ്മുടെ ബാഗാണ്. അവിടെ അത്യാവശ്യം ആൾക്കാർ കുറച്ച് ഓരോരോ സൈഡിലായിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് സ്ലീപ്പർ കോച്ചിലെ അവസ്ഥ. മിക്കവരും ഇറങ്ങി. ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് നേരത്തെ പറഞ്ഞല്ല, മറ്റേ നാഗർകോവിൽ ബസ്സുകളുടെ മുന്നിൽ പോയാണ്ട് എല്ലാവരും അതിലായിരിക്കും. അതുകൊണ്ടിപ്പോൾ ഈ കോച്ചിൽ അങ്ങനെ ആൾക്കാരില്ല. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ കാണുന്നതെന്ന് അറിയില്ല, ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങി. കടക്കാവൂരെത്തിയപ്പോഴേക്കും നല്ല മഴ. ഇവിടെ ഇറങ്ങാനും കയറാനും ആൾക്കാർ കുറവായിരുന്നു. ഇപ്പം തന്നെയാണ് ഒരാളിപ്പോൾ ഈ കോച്ചിൽ കയറാൻ വന്നത്. അയാളെന്താണെന്ന് അറിയില്ല, അയാൾ സ്ലീപ്പറാന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഓടി ബാക്കി പോയിക്കാണ്. ഇതിൽ കയറണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്ലീപ്പറാണെങ്കിൽ ഇത് ഫുൾ പാസഞ്ചർ ട്രെയിനാണല്ലോ, ഫുൾ തുറന്നിട്ടേക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുള്ളിയൊന്ന് സ്ലീപ്പറാണെന്ന് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് കയറാൻ വന്നത്. ഈ മഴയായിട്ട് പുള്ളി ഇതിൽ കയറാണ്ട് പെട്ടെന്ന് ഓടി പുറകെ പോയി കയറും. അപ്പോൾ ഇതേ നല്ല മഴയുണ്ട്. ഇനിയിപ്പോൾ കടക്കാവർ നിർത്തും. ഈ ഏരിയ മഴ ഉണ്ടാവില്ല, അത് ഷെൽട്ടറാണല്ലോ. ഇവിടെ ഷെൽട്ടർ ഉള്ളതുകൊണ്ട് മഴ ഉണ്ടാവില്ല. ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് മഴ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് മാറിക്കട്ടെ. നല്ല മഴയാണ്, മഴ കൂടി. ചിറയൻകീഴ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മഴ കനച്ചിട്ടാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. ചിറയൻകീഴ് എത്താറായി. ചിറയൻകീഴ് കയറും. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അവിടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും പുറകിലത്തെ കോച്ചിൽ കയറിയിട്ട് ബ്ലോഗ് എടുക്കണുണ്ട്. ആരും ഇല്ല ഈ കോച്ചിലൊന്നും. ഈ ബാക്കിൽ സൈഡിലൊക്കെ എല്ലാവരും ഫ്രണ്ടിലും മിഡിലോ. അതുകൊണ്ട് തന്നെ ആരും ഇറങ്ങാനും കയറാൻ ഈ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മഴ പെയ്യണത് കൊണ്ട് തന്നെ ചിറയൻകീഴ് സ്റ്റേഷനിൽ ഷെൽട്ടറുള്ള സ്ഥലത്തേക്ക് ആൾക്കാരെല്ലാവരും. അപ്പോൾ അത് മിക്കവാറും മിഡിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ആയിരിക്കാം പ്ലാറ്റ്ഫോമിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ആൾക്കാർ ഇത് ചിറയൻകീഴ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതെ ബസ് സ്റ്റാൻഡും ഇവിടെ തന്നെ ആണ് ചിറയൻകീഴ്.
ഇരുട്ടായി. ചിറയൻകീഴ് അത്യാവശ്യം നല്ല അപ്ഡേറ്റഡ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നല്ല പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പെരിയങ്കുഴി എത്തി. ഇവിടെ ആരുമില്ല. പ്രത്യേകിച്ച് മഴയും കൂടെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാനും പറ്റില്ല. ഇനി അപ്പുറത്ത് ആരെങ്കിലും കയറേണ്ട ഇറങ്ങണ്ടോ നോക്കാം. ഇവിടെ ഏതായാലും ആരുമില്ല ഈ സൈഡ്. ഇപ്പോൾ വേറെ ട്രെയിനും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ഇവൻ, പിന്നെ അതേ ഒന്നവൻ ലക്ഷറി ആയിട്ട് അവിടെ കിടക്കുക ഇരിക്കുന്ന സ്ഥലത്ത്. ഇതൊക്കെയാണ് പെരിയങ്കുഴിയിലെ ആൾക്കാർ. കയറാൻ ആൾക്കാർ കുറച്ചുണ്ട്, ഇറങ്ങാൻ അങ്ങനെ ആരും കണ്ടില്ല. അതിൽ ഇവര് അവിടെ വേറൊരുത്തനാണ് അവൻ്റെ പുറകിലെങ്കിൽ 3 പേരാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ. വേറെ ആരുമില്ല. മഴ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ കഴിച്ച ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് മഴ വന്നു കഴിഞ്ഞിട്ട് കണ്ടത്. ഇപ്പൊ ഫ്രണ്ടിൽ നല്ല മഴയുണ്ട്. ഇപ്പൊ ഇവിടെ സെയിം ലെവലായി. നല്ല മഴയാണോ, രക്ഷയില്ലാത്ത മഴ. കണിയാപുരം എത്തി. നല്ല മഴ, നല്ല മഴ. കൊല്ലത്തല്ലേ ഏറ്റവും കൂടുതൽ ചൂടാന്ന് പറഞ്ഞത് ഈ വട്ടം? അതെ, അവിടെ നിന്ന് വിട്ടിട്ട് നല്ല മഴ കിട്ടി. നല്ല ചൂടായിക്കാന്ന് വിചാരിച്ചു. നല്ല മഴ, നല്ല മഴ, നല്ല തണുപ്പുണ്ട്. അങ്ങനെ കനിയാപുരം കഴിഞ്ഞ് ഇപ്പുറത്തെ കഴക്കൂട്ട് വേണമെന്ന് തോന്നുന്നു. എത്രയും നമ്മൾ ട്രിവാൻഡ്രത്തറിയും. ഏതായാലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ പോലെ തന്നെ മുമ്പിലൊരു പാസഞ്ചർ പോയതുകൊണ്ട് ഈ വണ്ടിയിൽ തിരക്കൊട്ടുമില്ല. കഴക്കൂട്ടെത്തി നമ്മുടെ മാവേലിൻ്റെ വെഹിക്കിൾ. നമ്മുടെ ട്രിവാൻഡ്രം, മംഗലാപുരം, ആലപ്പുഴ വഴിയുള്ള മാവേലി. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം കുറച്ച് പേര് നിൽപ്പുണ്ട്. മിക്കവാറും അവിടെ നിന്ന് ഇനിയിപ്പോൾ ഏത് വണ്ടി, എനിക്കാണ് ഗുരുവായൂർ ഇൻ്റർസിറ്റി വരാനുണ്ട്, വഞ്ചിനാട് വരാനുണ്ട്. അത് എടുക്കാറായിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് ഇനിയിപ്പോൾ ഏതോ ഉള്ളത് കറക്റ്റ് അറിയില്ല. അതിൽ കഴക്കൂട്ടെത്തി. ഡെയിലി നിർത്ത് ഇപ്പോഴത്തെ പ്രാവശ്യം ആൾക്കാർ ഫുള്ള് അവരെല്ലാം ഇപ്പോഴത്തെ സൈഡിൽ വന്നിട്ട് ഈ വണ്ടി തന്നെ കയറി. ഞാൻ ഈ സൈഡിൽ വേറെ വണ്ടി വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് നീക്കുന്നത്. ഈ വണ്ടിക്കുള്ള ആൾക്കാരായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ. ഈ വണ്ടി വെളിയിൽ നിർത്തും. ഇപ്പം നമുക്ക് വന്നത് ട്രിവാൻഡ്രം കൊച്ചുവേളി, പക്ഷേ ഇപ്പോൾ പുതിയ പേര് ട്രിവാൻഡ്രം നോർത്തുന്നാണ്. അതും പിന്നെ നമ്മുടെ പേട്ട, അതിൻ്റെ സെൻട്രൽ 3 സ്റ്റേഷനാണെങ്കിൽ നമുക്ക് ഈ പാസഞ്ചർ ട്രെയിനുള്ളൂ.
ട്രിവാൻഡ്രം നോർത്ത് എത്തി. പണ്ട് നമ്മുടെ കൊച്ചുവേലി ആയിരുന്നു, ഇപ്പോൾ ട്രിവാൻഡ്രം നോർത്ത് ആക്കി സ്റ്റേഷനിൽ. ട്രെയിൻ ക്രോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്രോസ് ചെയ്യണം ആ ടൈമിൽ ട്രാക്ക്. നമ്മുടെ ട്രിവാൻഡ്രം ചെന്നൈ സെൻട്രലാണെന്ന് തോന്നുന്നു. അങ്ങനെ ട്രിവാൻഡ്രം നോർത്ത് കഴിഞ്ഞ് ഈ 10 സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം പേട്ട, തിരുവനന്തപുരം പേട്ട, ട്രിവാൻഡ്രം സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്രോസിംഗ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്താറായി. ഇപ്പോൾ സമയം 5:28, 5:30 നമ്മുടെ ട്രിവാൻഡ്രം വയ ആലപ്പുഴ അത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെയും കൂടി ക്രോസ് ചെയ്യാൻ നമുക്ക് കിട്ടും. 5:30 ട്രിവാൻഡ്രത്ത് നിന്നുള്ള ടൈം. 5:30 ട്രിവാൻഡ്രം ഗുരുവായൂർ ഇൻഡസ്ട്രിയൽ എക്സ്പ്രസ്. പിന്നെ 5:40 ഒരു വണ്ടിയും കൂടി ഉണ്ടാവും, വഞ്ചിനാട്. അത് എറണാകുളം, ട്രിവാൻഡ്രം, എറണാകുളം, വഞ്ചിനാട്, കോട്ടയം വഴി. നമ്മൾ 45 മുമ്പ് എത്താണെങ്കിൽ അതവിടെ കിടക്കുന്നുണ്ടാവും. ഇപ്പം 30 എന്തായാലും ഓരോ. അപ്പം എന്തായാലും ഗുരുവായൂർ ഇൻഡസ്ട്രി എന്തായാലും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിൽക്കും. എന്തായാലും ഇതിന് നമുക്ക് ക്രോസിംഗ് കിട്ടും. അങ്ങനെ ട്രിവാൻഡ്രം സെൻട്രലെത്തി. നമ്മൾ വന്ന വണ്ടി എന്ന് വെച്ചാൽ കൊല്ലം ട്രിവാൻഡ്രം പാസഞ്ചർ ആയിരുന്നു. നല്ല വണ്ടിയായിരുന്നു. അത് പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നിങ്ങൾ കാണുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ. അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ എത്തി. ഇനിയിപ്പോൾ നമ്മുടെ പാസഞ്ചർ സർവീസിൽ ഒരു എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വണ്ടി നല്ലൊരു വണ്ടിയാണ്. കാരണം 20 രൂപയുള്ളൂ ടിക്കറ്റിന്, സുഖമായിട്ട് യാത്ര ചെയ്ത് പോരാം. സ്ലീപ്പർ കോച്ച് ഉണ്ടായിരുന്നു. അതെല്ലാ റൈക്കിലും ഇതിൻ്റെ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല. അതിൽ ഈ വണ്ടിയിൽ സ്ലീപ്പർ കോച്ച് ഉണ്ടായിരുന്നു. സുഖയാത്ര ചെയ്യുന്ന 20 രൂപ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. നമ്മുടെ KSRTC ടെർമിനൽ മൊത്തം ഇന്നിവിടെ ട്രിവാൻഡ്രം ആക്റ്റീവായിരിക്കുക. KSRTC